ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അതായത് ഇന്നില്ല, ഞാൻ ഗോവയിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുവാന്ന്. ഇന്ന് എനിക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനല്ല ഗോവയിലൊരു റൂമിലിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, റെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇല്ല, ഞാൻ രാത്രി തെളിപ്പറമ്പിലെത്തു. ഫ്രണ്ട്സ്, ഞാനില്ല ഓണം ആഘോഷിക്കാനില്ല തെളിപ്പറമ്പ് പോവാന്ന്. ഞാനില്ല നല്ല എക്സൈറ്റഡാണ് ഫ്രണ്ട്സ്. ഞാൻ ഇപ്പോൾ ഗോവയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഉച്ചക്ക് നമ്മൾ ഇല്ലേ ഉച്ചക്ക് തെളിപ്പറമ്പ് പോകുന്ന ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിലിരുന്നിട്ട് നമ്മൾ നേരെ തെളിപ്പറമ്പിൽ പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ തെളിപ്പറമ്പിൽ എത്തിയിട്ടില്ല. ഏതെല്ലോ വീഡിയോ എല്ലാം ആക്കാം. ഇപ്പോൾ സമയം രാവിലെ 10 മണിയായി. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം ഞാനില്ല ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതേ സ്ഥലത്തേക്കാണ് പോകുന്നത്. നോക്ക്, നിങ്ങൾക്കറിയാം, ഞാനില്ല ഗോവയിൽ ഇങ്ങനെ പോയതായിരുന്നു. അറിയാം, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ റെസ്റ്റോറൻറ്റ് ഇതാണ് പാർക്കിംഗ് ലോട്ട്. ഞാൻ ഇതിലെ കൂടെയാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. കേട്ടാ, വെയിലും ഉണ്ട് കുറേ. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്, വെള്ളമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ല, വെള്ളമൊന്നും ഇല്ലായിരുന്നു ഫ്രണ്ട്സ്. ഇപ്പാണ് വന്നത്. സാനു എന്നാ വേണ്ടേ ചോറ് അല്ലേ? ചോക്ലേറ്റ് ഉണ്ട് ഫ്രണ്ട്സ്. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഓർഡർ വന്നിട്ട്. അപ്പം നമുക്ക് സീരിയലുണ്ട്. നമ്മുടെ ടി വി നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. എഗ്ഗ് ദോശ, പ്ലെയിൻ ദോശ, ഇഡ്ഡലി. എന്റെ നെഞ്ചിൽ നിറയും എന്നും മേരാ ഭാരത് മഹാ. കൂടെ വാ ഒത്തുചേരാം ഇന്നീ സ്വാതന്ത്ര്യ. നമ്മൾ ഫുഡ് കഴിച്ച് വന്ന് നമ്മൾ വീണ്ടും സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലത്തെ ആ ഒരു റൂം കിട്ടിയില്ല. ഇപ്രാവശ്യം മറ്റേ റൂമാണ് കിട്ടിയത്, വെയിറ്റിംഗ് റൂം. ഇതാ ഈ റൂമിലാണ് നമ്മളിപ്പോൾ തൽക്കാലം. ഇവിടെ പിന്നെ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. നല്ല വെയിലുള്ളതുകൊണ്ട് ക്ലിയർ കുറവായിരുന്നു. വെയിലുണ്ട് അല്ലേ. ഇനി നമുക്ക് കണ്ണൂരേക്ക് ഉച്ചക്ക് 1:10 ട്രെയിന്. അത്ര വരെ സമയമുണ്ട്. അപ്പോൾ വെറുതെ നടക്കാമെന്ന് വിചാരിച്ച്. നല്ല വെയിലുണ്ട്, എന്നാലും വെറുതെ നടക്കാം. നല്ല കാറ്റ്. അന്നത്തെ പോലെ തന്നെ വെയിലത്ത് വെറുതെ ഇങ്ങനെ നടക്കണം. ഇപ്പോൾ ഒരു 11 മണിയാവാനായിട്ടുണ്ടാവും. 1:10 ട്രെയിനുള്ളൂ. അത്ര വരെ നമ്മൾ ലഗേജെല്ലാം മറ്റേ റൂമിൽ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വെറുതെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും വൈൻ ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്.
ഇവിടെ എവിടെയോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടൊരു കേരള സ്റ്റോർ കണ്ടിട്ടല്ലേ? അത് പക്ഷെ അടച്ചിട്ടുണ്ടായ. ആ നല്ല ബിൽഡിംഗ് ആണ്. നമ്മൾ അവസാനം വെറുതെ നടന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജ്യൂസ് കുടിച്ച ആ കേരള ഷോപ്പിൽ അവിടെ പോയിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അതായത് ആ കാണുന്ന അവിടെയാ ബിൽഡിങ്, അടുത്ത കട. നമുക്കൊരു ജ്യൂസും കൂടെ കുടിച്ചിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഒരു മതിലിന് ഇപ്പുറവും അപ്പുറമാണ്. അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനും ഇപ്പുറത്തും. പക്ഷേ വളഞ്ഞ് വരണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ലായിരുന്നു വീഡിയോയിൽ? ഒരമ്പലം. മാൽബാർ ബഡ്ക. ഇവിടെ ഇങ്ങനെ ഒരു അമ്പലമുണ്ട് ഉണ്ടോ? ഇനി ഇപ്പുറത്ത് തന്നെയാണ് ഈ ഒരു ജ്യൂസ് കട. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നാരങ്ങ വെള്ളം കുടിച്ച് അതേ കടയിൽ തന്നെയാണ് വന്നത്. ഇതൊരു മലയാളി തന്നെയാണ്. അപ്പം അവിടുന്ന് ഇപ്രാവശ്യം നമ്മൾ അവിടുന്ന് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. അല്ലേ സാൻവി? അടിപൊളിയാ. തണുപ്പധികമായതുകൊണ്ട് മുഖം ഇങ്ങനെ അപ്പോൾ സാധനം ഇത് എടുത്ത് ഇളനീര് ജ്യൂസ് കുടിക്കുന്നുണ്ട്. അവർ ഒരുപാട് കാഷ്യൂ എല്ലാം ഇട്ടിരുന്നു അല്ല സാധനം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കേരള ഫാസ്റ്റ് ഫുഡ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഓപ്പൺ ആണ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അന്നേരം ഓപ്പൺ അല്ലേ ഇരുന്നത്. നമ്മൾ തിരിച്ച് നടക്കുവാണ് കേട്ടോ. നമ്മൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവാം. നമ്മളിത് സ്റ്റേഷനിലെത്തി. തിരിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ സ്റ്റേഷനിലെത്തി. കാരണം ഇതിവിടെ മുട്ടായിയെല്ലാം വാങ്ങിയല്ലേ? സ്റ്റേഷനിലെത്തി. അപ്പം അതാണ് നമ്മൾ നിൽക്കുന്ന റൂം. നിൽക്കുന്നതല്ല, വെയിറ്റിംഗ് റൂം. നമ്മളിതിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇതാണ് റൂം. ഇത് ലഗേജിൻ്റെ അടുത്ത് റൂമിൽ നിന്ന് ട്രെയിനിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിനി നമ്മളെ ട്രെയിന് വന്നു പ്ലാറ്റ്ഫോം നമ്പർ 3-ൽ. നമ്മൾ നേരെ 3-ലേക്ക് പോകുന്നു. നമ്മൾ ട്രെയിനിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മളില്ല രാത്രിയാകുമ്പോൾ കണ്ണൂരെത്തും ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.